क्राइम अलर्ट, जुर्म के खिलाफ आवाज। നീ തന്നെ നോക്ക്, ഏത് സമയം അടുക്കളയിൽ കിടന്ന് പാചകം ഉണ്ടാക്കുന്ന കൈയത്. ഈ റഫായ കൈ കൊണ്ട് പാചകം ഉണ്ടാക്കാനേ പറ്റൂ. പക്ഷെ ഇവളുടെ കൈ നോക്കിയേ, എത്ര മൃദുലമായ കൈയാണ്. ഒരഴുകും ഇല്ല, ഒരടയാളവും ഇല്ല. ഇവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാം മറന്നു പോകും. നിലാവിന്റെ വെളിച്ചത്തെക്കാളും പ്രകാശം നിറഞ്ഞത് ഇവളുടെ കണ്ണുകൾ. പക്ഷെ നിന്റെതോ, ഏത് സമയവും കരച്ചിലും കണ്ണീരും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവളുടെ തലമുടി നോക്കിയേ, ഇവളുടെ തലമുടിയിൽ നിന്ന് വരുന്ന സുഗന്ധം ഏത് പൂവിന്റെ മണവും തോൽപ്പിച്ചു കളയും. എന്നാ നിനക്കോ, നിന്റെ മുടി കണ്ടാലും മതിയല്ലോ. ഇവളുടെ മുഖം കണ്ടില്ലേ, നല്ല വെണ്ണ കടഞ്ഞെടുത്ത പോലെ. ചർമ്മം അത്രമാത്രം സോഫ്റ്റാ. എന്നാ നിന്റെതോ, നിന്റെ മോന്ത കണ്ട ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത പാടം പോലെയാ. ഒരു ഭംഗിയില്ലാത്തൊരു കോലം തന്നെയാ നിന്റേത്. നിന്നെ കെട്ടിയതായി ജന്മത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ പ്രിയയുടെ ഒപ്പാണ് എൻ്റെ യഥാർത്ഥ ജീവിതവും സന്തോഷവും. നീ എൻ്റെ ലഹരിയായി മാറുവാണ് പ്രിയ. എന്തുമാത്രം ഭംഗിയുള്ള കണ്ണുകളാണ് നിന്റെ. ഏത് സമയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. നിന്റെ ഈ ചുണ്ടുകൾ ഈ ലോകത്തെ ഏറ്റവും മധുരമുള്ള ഒന്നാണ്. പിന്നെ ഈ കണ്ണുകളുണ്ടല്ലോ, നിലാവിന്റെ വെളിച്ചം പോലും തോറ്റുപോകും മോളെ. നിന്റെ മുടിയുടെ സുഗന്ധം, ഓ, പൂക്കള് പോലും തോറ്റുപോകും മോളെ. എത്ര സോഫ്റ്റായ ചർമ്മമാണ് നിന്റേത്. നീ അതീവ സുന്ദരിയാ, അതിസുന്ദരിയാ. ഇതെന്ത് ഗുളികയായി കഴിക്കുന്നേ? ഊർജത്തിന്റെ. ഇത് കഴിക്കുന്നോണ്ട് എന്താ സംഭവിക്കുക? ഇത് കഴിച്ചാലോ യാത്ര ചെയ്യാം. ദൂരെ യാത്ര ചെയ്ത് നിന്റെ ഒപ്പം സ്വർഗത്തിലെത്താം. നമസ്കാരം ചേട്ടാ. എന്താ ദീപ്തി, ആദ്യ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു?
ചെറുക്കൻ കൂടുതൽ ശല്യമൊന്നും ചെയ്തില്ലല്ലോ. എന്താണെങ്കിലും നാണിക്കാതെ എന്നോട് പറയാം. ഇത് മാറ്റിയേക്ക്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ മൂടിയാ മതി. ഞാൻ നിനക്ക് വേണ്ടപ്പെട്ടയാളല്ലേ. ഞാൻ അവന്റെ ചേട്ടനാ. നീ എന്റെ മുന്നിൽ ഇങ്ങനെ നാണിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ആദ്യ രാത്രിയിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത്? ഒന്ന് എന്നോട് പറ. ചേട്ടാ, വാടാ എന്റെ സിംഹക്കുട്ടി, വാ. ഒന്നുമില്ല, മരുമോൾ എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടി വന്നതാ. നിന്റെ ഭാര്യ ഒന്നും വാതോർന്ന് മിണ്ടുന്നില്ലല്ലോ. അതൊക്കെ സെറ്റായിക്കോളേട്ടാ. ഹാ, ചേച്ചി വന്നല്ലോ. ആഹാ. എന്നെ അനുഗ്രഹിക്കണം. ആ നന്നായിരിക്കട്ടെ മോളെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അതൊക്കെ ഇരിക്കട്ടെ, വേഗം അടുക്കളയിലേക്ക് കയറ്. അവിടെ ഇനിയും കുറെ ചടങ്ങുകൾ നടക്കുന്നില്ലേ. വരൂ. അതിരിക്കട്ടെ, ഇതെന്താ? ചേച്ചി, അത് റോസപ്പൂവിന്റെ കറയാണ്. റോസാപ്പൂ ഇതളിന്റെ നിറവോ? കൊള്ളാം. മരുമോളുടെ മറുപടി എന്തായാലും കലക്കി. ശരി, പെട്ടെന്നങ്ങ് എത്തിയേക്കണം. ഞാൻ ഇപ്പൊ വരാം. എടാ നീയാ, ആദ്യ രാത്രി നീ തകർത്ത് കളഞ്ഞല്ലോ അല്ലേ? അതിനെ കുറിച്ചൊന്നും ചോദിക്കില്ലേട്ടാ. ഏട്ടനോട് എന്തിനാടാ പറയാൻ നാണിക്കുന്നത്? അവള് നല്ല പൊളിയല്ലേ ഏട്ടാ. ഞാൻ ആദ്യം അവളുടെ മുഖമാണ് തുറന്നു നോക്കിയത്. പിന്നെ അവളുടെ കൈ പിടിച്ച്, എന്നിട്ട് അവളുടെ കൈ പിടിച്ച് ഉടനെ ഞാൻ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയില്ലേ. ദീപ്തി, എന്താ പറ്റി? ഒന്നുമില്ല ഏടത്തി. അമ്മായിയമ്മയുടെ വീട്ടിലെ ആദ്യത്തെ ദിവസമല്ലേ, അതിന്റെ കുറച്ച് ടെൻഷനൊക്കെ കാണും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഹലോ, ആ ഞാൻ വീട്ടിലാണ്. ആഹാ ശരി, ഞാൻ വരാം. വരാന്നല്ലേ പറഞ്ഞത്? അല്ല, നിങ്ങളെന്താ കഴിക്കുന്നില്ലേ? കൊള്ളാം, നല്ല ഗംഭീരമായിട്ടുണ്ട്. The number you are trying to call is currently busy. Please try again later. എന്നെ വിട്, വിട്, വിട് എന്നെ, വിട്. എന്തിനാ അലർന്നേ? നീ നിന്റെ മുറിയിലേക്ക് പോ. ചേച്ചി, അത് ഏടത്തിയുടെ ഒച്ചയാണ്. ഏടത്തിക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? ആദ്യം നിന്റെ റൂമിലേക്ക് പോ. പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്. ഇവിടുന്ന് പോവാൻ. പോ.
എടുത്തി എന്താ ഇതൊക്കെ? ഞാൻ ചെന്ന് എടുത്തേക്ക് വെള്ളം എടുത്തോണ്ട് വരാം. എടുത്തി വെള്ളം കുടിക്ക്. ഞാൻ ചെന്ന് മരുന്നെടുത്തോണ്ട് വരാം. വേണ്ട, വിട്ടേക്ക്. എന്ത് പറ്റിയെടുത്തി? എന്താ ഒന്നും പറയാത്ത? ഇത് അദ്ദേഹത്തിന്റെ സ്നേഹം കാണിക്കാനുള്ള വഴിയാണ്. ഇത് സ്നേഹിക്കുന്ന രീതിയല്ല, ഇത് മഹാപാപ ക്രൂരതയാണ്. ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയോട് ഇത്രയും ക്രൂരത കാണിക്കേണ്ട കാര്യമുണ്ടോ എടുത്തി? എന്താ ഇത് ഇങ്ങനെ മാന്തുകയും കടിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ഒരിക്കലും സ്നേഹമല്ല എടുത്തി. ഇത്തി, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ തന്നെയാ. നീ എന്നെ കുറിച്ച് ആലോചിക്കണ്ട. ഞാൻ ഓക്കെയാണ്. ഒരു കുഴപ്പമില്ലെന്നാണോ പറയുന്നത്? ഇത്രയും വേദന കണ്ടിട്ട് ഞാൻ എങ്ങനെ വെറുതെ ഇരിക്കും? എടുത്തി എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. എന്റെ ഫോൺ എടുക്കാതിരുന്നേ? എവിടെയായിരുന്നു? പുതിയതായിട്ട് വന്ന ഭാര്യനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആർക്കെങ്കിലും ഇങ്ങനെ പോവാൻ മനസ്സ് വരുമോ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഏട്ടൻ ഏടത്തിയോട് എന്തൊരു ക്രൂരതയാ കാണിച്ചെന്നറിയോ? പാവം ഏടത്തി. കേട്ടിയും വീട്ടിലേക്ക് കയറി വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളം തന്നോടി, ഭക്ഷണങ്ങൾ എടുത്തു വെച്ചോടി. അവള് പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക കുടുംബത്തില്. ഇന്നലെ രാത്രി നടന്നൊന്നും മറന്നിട്ടില്ലല്ലോ, ഇന്നും വേണോട് നിനക്ക്? ചേട്ടന്റെ ഇടത്തിയുടെ കാര്യത്തിൽ നീ ഇടപെടരുത്, കേട്ടല്ലോ? അവരുടെ കാര്യം അവര് നോക്കിക്കോളും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇനി നീ ഇടപെടാൻ നിന്നോണ്ടല്ലോ. ഭക്ഷണം എടുത്ത് വെക്കടി. മനുഷ്യന്മാരുടെ മൂടും കളഞ്ഞ അവള്. ഒന്ന് ഇവിടുന്ന് എണിച്ചു പോവോ? എനിക്ക് കണ്ണുനീര് കാണണ്ട. നിന്ന് മോഹന പോടി. എന്താണ് നീ രാവിലെ തന്നെ മനുഷ്യന്മാരുടെ? എഴുന്നേറ്റ് നോക്ക്, ഏതോ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് ഫോട്ടോ അയച്ചോണ്ടിരിക്കുക. നോക്കിക്കേ. ഇവളുടെ പേര് പ്രിയ. എന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നുള്ളു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. അവള് വിടുന്നില്ല. അപ്പൊ പിന്നെ എന്നെ എന്തിനാ കല്യാണം കഴിച്ച്? എന്തിനാ എന്റെ ജീവിതം നശിപ്പിച്ച്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. ചേച്ചി നിർബന്ധിച്ച് കെട്ടിച്ചതാ. പറ്റിപ്പോയെന്നോ? എങ്ങനെയാ പറ്റിപ്പോയത്? ഇതാ നോക്ക്, പ്രിയ എന്റെ ഗേൾഫ്രണ്ടാ. അവളെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല ഞാൻ. അവളെ കല്യാണം കഴിച്ച ഈ സൊസൈറ്റിനെ ജീവിക്കാൻ വിടില്ല. അതുകൊണ്ടാണ് നിന്നെ കെട്ടിയത് ഞാൻ. പക്ഷെ ഇഷ്ടം ഇപ്പോഴും എനിക്ക് പ്രിയ എന്നോടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ
എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത്? പറ. ഇഷ്ടം എന്തായാലും ഇപ്പൊ ഇഷ്ടം തന്നെ. അത് നിനക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നോ? എനിക്കും മനസ്സിലാവില്ലെന്നോ? നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ഇത് നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അറിയോ? അതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനിതുവരെ ഒന്നും മറച്ചിട്ടൊന്നുമില്ല. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എല്ലാരും സമ്മതിച്ചോണ്ടല്ലേ നീ എന്നെ കെട്ടിയത്? ഇനി എന്താണെങ്കിലും ശരി, ഞാനും പ്രിയമായിട്ടുള്ള ബന്ധം തുടരും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നീ അത് ചെയ്യ. അമ്മേ, ഞാൻ എങ്ങനെ സഹിക്കും ഇതൊക്കെ? എന്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്നോട് യാതൊരു താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യും? എന്റെ ദീപ്തി മോളെ, നീ ഇങ്ങനെയൊന്നും ആലോചിക്കാതെ. അവൻ നിന്റെ ഭർത്താവല്ലേ. അവനിലുള്ള അധികാരം മുഴുവനും നിനക്കുള്ളത്. അത് വേറെ ആർക്കും കിട്ടില്ല. നീ ഒന്ന് സമാധാനിക്ക്. സ്നേഹം കൊണ്ട് അവനെ വരുതിയിലാക്കണം. വരും ദിവസങ്ങളെല്ലാം ശരിയാവും. അമ്മേ, ഞാൻ എങ്ങനെ ജയിക്കും? എന്റേതല്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? അമ്മേ, ഇത്രയും വൃത്തികെട്ട ഒരാളുടെ കൂടെ ഒരേ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും? ദീപ്തി മോളെ, നിന്റെ കല്യാണത്തിനായിട്ട് ലക്ഷക്കണക്കിന് രൂപയാ ചെലവാക്കി. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച പോലും ആയില്ല. നീ ഇപ്പൊ ഇവിടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം നാണക്കേട് പറയും. പിന്നെ നിന്റെ അനിയന്റെ അനിയത്തിയുടെയും ഭാവി ആലോചിച്ച് നോക്ക്. ഞാൻ നോക്കുമ്പോൾ നീ അവന്റെ ഭാര്യയില്ലേ? നീ അവിടെ കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിക്കേ. ചെറിയ കാര്യങ്ങളൊന്നും ഇങ്ങനെ വലുതാക്കാൻ പാടില്ല. ഞാൻ നോക്ക്, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയായിക്കോളും. ശരി മോളെ, ഞാൻ ഫോൺ വെക്കട്ടെ. എല്ലാം ശരിയാകും. അല്ല, എന്താ പറ്റിയേ? ചേട്ടാ, നിങ്ങളെന്താ ഇവിടെ? എന്താ ദീപ്തി, വീണ്ടും എന്തിനാ മുഖം മൂടിയത്? എന്നെ കണ്ട ഉടനെ മുഖം മൂടേണ്ട കാര്യമില്ല. അതെനിക്ക് ഇഷ്ടമല്ല. അതവിടുന്ന് മാറ്റി. സന്ദീപ് നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്കറിയാം. അവൻ എപ്പോഴും ആ പെണ്ണിന്റെ പുറകെ നടക്കുക. എന്ന് വെച്ച് നീ പേടിക്കണ്ട. നിന്നോട് ഒരുപാട് താല്പര്യമുള്ള ഒരാൾ ഇവിടെയുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടമാണ്. സത്യമായിട്ടും ഒരിക്കൽ ഞാൻ പറയുന്നതനുസരിക്ക്. ഞാനൊരു കാര്യം അറിഞ്ഞു. നിന്റെ അരക്കെട്ടിൽ വലിയൊരു മറുകുണ്ടൊക്കെ സന്ദീപ് എന്നോട് പറഞ്ഞായിരുന്നു. ആ മറുക എന്നെയും കാണിക്കേ. കൈയെടുക്ക. നാണമില്ലേ നിങ്ങൾക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാൻ? ഞാൻ നിങ്ങളുടെ ഇളയ അനുജന്റെ ഭാര്യയാണ്. അതെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ ഇപ്പൊ എന്തിനാ? ചെറുപ്പം തൊട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കിട്ടെടുത്തിട്ടേ ഉള്ളൂ. അത് പണമാണെങ്കിലും ശരി, സാധനങ്ങളാണെങ്കിലും ശരി, പിന്നെ പെണ്ണാണെങ്കിലും ശരി. അതെ, സന്ദീപ് ഇതിനെ എതിർക്കൊന്നുമില്ല. സത്യമായിട്ട് ഞാൻ പറയുന്നതൊക്കെ ഇങ്ങടുത്ത് വാ. എടുത്തി നീ എന്നെ ഒരിക്കലും കളഞ്ഞിട്ട് പോവില്ലല്ലോ അല്ലേ? നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിന്നെ വിട്ടു പോയാ എന്റെ അവസാനത്തെ ശ്വാസം വിടുന്നത് പോലെ അത്. നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതാ. എന്നിട്ടാണോ നിന്നെ വിടുന്നതിനെ കുറിച്ച് പറയുന്നത്? അപ്പൊ പിന്നെ ദീപ്തി? ദീപ്തിയോ? എന്താ നീ അവളുടെ പേര് പറഞ്ഞപ്പോ എന്റെ മൂടും കളഞ്ഞല്ലോ. പ്രിയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോഴാണ് കിട്ടുന്നത്. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നേ. നീ എന്നെ എപ്പോഴും കാണാൻ വരുന്ന പോലെ തന്നെ ഇനിയും എന്നെ അങ്ങനെ തന്നെ കാണാൻ വരത്തില്ലേ? അതെ മൈ ഡാർലിംഗ്, പ്രോമിസ്. പിന്നെ ദീപ്തി ഒന്നും എനിക്ക് ഒരു വിലയില്ലാത്ത ആളാ. എനിക്കായിട്ട് ഒരുത്തി നീ ഉള്ളപ്പോ പിന്നെ എന്തിനാണ് എനിക്ക് അവള്? മൈ ലവബിൾ പ്രിയ. അപ്പൊ പിന്നെ അവളെന്തിനാ കോൾ ചെയ്യുന്നേ?
എപ്പോഴും നമ്മുടെ ഇടയിൽ വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? അതെന്തിനാ? അത് ചെറിയ കാര്യല്ലേ. ഇതിപ്പോ അവള് കോൾ ചെയ്യല്ലേ. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഇനി ഞാനും നീയും മാത്രം. ഞാൻ എത്ര തവണ വിളിച്ചു അത് നിർത്തടി. വീണ്ടും തുടങ്ങണ്ട. ചെന്ന് ഭക്ഷണം എടുത്ത് വെക്ക്. എടി നീ എവിടെയാടി? ഒന്ന് എഴുന്നള്ളൂ. അവളുടെ കൂടെ ആയിരുന്നു അല്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? ഇനിയെങ്കിലും അവളെ വിട്ടുകൂടെ? വിടാൻ പറ്റില്ലടി. എനിക്ക് അവളെ ഇഷ്ടാ. അപ്പൊ എന്നോടോ? നിനക്കിവിടെ എന്ത് കുറവാടി ഉള്ളത്? നീ എന്റെ ഭാര്യ. നിനക്ക് എല്ലാ സുഖവും കിട്ടുന്നുണ്ടല്ലോ. മതി. അതല്ലാതെ എൻ്റെ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ വരണ്ട. അഥവാ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ എന്നെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ? എനിക്ക് സുരക്ഷയുടെ ആവശ്യമുണ്ട്. നിനക്കിവിടെ എന്താ ആപത്തടിയുള്ളത്? നിങ്ങളുടെ ചേട്ടന്റെ അടുത്തൊന്നും ആപത്തുണ്ട്. അങ്ങനെ എന്നെ തെറ്റായ രീതിയിലാണ് നോക്കുന്നത്. വാതിലൊന്നും മുട്ട പോലും ചെയ്യാതെ അകത്തേക്ക് കയറി വരിക, വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുക. അതുകൊണ്ടിപ്പോ എന്താ? നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? അയാൾ എന്നെ തെറ്റായ രീതിയിലാണ് നോക്കുന്നത്. എന്തിനാണ് ഈ ചെറിയ കാര്യത്തിൽ വഷളാക്കുന്നേ? ഞങ്ങള് ചേട്ടനനിയന്മാര്, അതുകൊണ്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യും. ഇനിയിപ്പോ കിടന്നുറങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അവിടെയും ഞങ്ങൾ ഷെയർ ചെയ്യും. ചേട്ടൻ അത്രമാത്രം ആഗ്രഹിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ നിനക്കത് കൊടുത്തൂടെ? എന്തൊരു വൃത്തികേടാ നിങ്ങൾ ഈ പറയുന്നത്? ആ വൃത്തികെട്ട പെണ്ണിന്റെ കൂടെ കിടന്ന് കിടന്ന് നിങ്ങളുടെ ചിന്തകളും വൃത്തികെട്ടതായി മാറിയിരിക്കുക. അവള് ചിലപ്പോ 10 പേരുടെ കൂടെ കിടക്കുമായിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. എന്റെ മുന്നിൽ തന്നെ ഒച്ച വെക്കുന്നോടി. അത്രമാത്രം ധൈര്യോ? പ്രിയനെ കുറിച്ച് ഞാൻ പറയട്ടെ. അവളെ പോലെ നിനക്ക് ഒരിക്കലും ആവാൻ പറ്റില്ലടി. അവളുടെ ഒപ്പം കിടക്കുമ്പോ എനിക്ക് എല്ലാ സുഖവും കിട്ടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നൊക്കെ അവള് തരുന്നുണ്ട്. എന്റെ മൂഡ് അവൾ ഒരിക്കലും സ്പോയിൽ ചെയ്യാറില്ല. എന്നാ നീ ഉണ്ടല്ലോ, അവളുടെ കാല് നക്കാൻ പോലെ യോഗ്യതയില്ലടി. ഓ, ഇന്നത്തെ മൂടും കളഞ്ഞു. ചേച്ചി, നിങ്ങൾക്ക് പ്രിയയുടെ കാര്യം നേരത്തെ അറിയായിരുന്നു അല്ലേ? എന്നിട്ടും എന്തിനാ നിങ്ങള് എന്റെയും സന്ദീപിന്റെയും കല്യാണം നടത്തിയേ? അതിനിപ്പോ എന്താ? അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? ഇനി പറയാൻ എന്താ ബാക്കിയുള്ളത്? ദിവസം മുഴുവൻ സന്ദീപ് പ്രിയയുടെ കൂടെയാണുള്ളത്. പാതിരാത്രി കയറി വരും. സന്ദീപിന് എന്റെ ഓർമ്മ പോലും ഇല്ല. എന്നോടൊരു തരി സ്നേഹവും ഇല്ല. അതിലെന്താ ഇത്ര പ്രശ്നം? അവന്റെ ഭാര്യയില്ല നീ, അപ്പൊ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അതാണ് ജീവിതം. അവൻ എന്തിനാ പുറത്തു പോകുന്നത്, ആരെയാ കാണാൻ പോകുന്നത് എന്നൊക്കെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്. ഞാൻ എന്താ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഭാര്യയുടെയും ഭർത്താവിന്റെയും ബന്ധം എങ്ങനെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഇവിടെ വന്ന് കഴിയുന്നത്. എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടുന്നാ ധൈര്യം കിട്ടിയത്? ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. നിങ്ങൾ സ്വന്തം ഭർത്താവിന്റെ കൂടെ ജീവിച്ചാലല്ലേ ആ ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വഴിയുള്ളൂ. എന്നാലേ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാറായോ? ഇതെന്റെ സഹോദരങ്ങളുടെ വീടാ. ഞാൻ ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യും. മറന്നു പോകണ്ട, ഞാനുള്ളത് കൊണ്ട് അവന്റെ കൂടെ നിന്റെ കല്യാണം പോലും കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ സമയം നീ ഏതെങ്കിലും കുടിൽ കണ്ടേനെ പിച്ച എടുക്കാനായിട്ട്. നല്ല കഥയാണല്ലോ. ഇന്നലെ വന്ന നീ എന്നോട് ഈ വീട് വിട്ടു പോകാനായിട്ട് പറയുന്നു. ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? ചേച്ചി എന്താ പറ്റി? എന്താ പ്രശ്നം? ഇത് കേട്ടില്ലേ? എന്തിനാ ആങ്ങളമാരുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതെന്ന് ഇവൾ എന്നോട് ചോദിക്കുക.
ഇവളെന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാൻ നോക്കുക. അല്ല ചേച്ചി, ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് ഇത്രക്ക് ധൈര്യോ? എന്റെ ചേച്ചി നീ വീട്ടിൽ നിന്ന് പുറത്താക്കും അല്ലേ? വാ. ചേട്ടാ, ചേട്ടാ എന്റെ കയ്യെന്ന് വിട്. ഇതുവരെ ഞാൻ ഇവൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്റെ ഭർത്താവിന്റെ സ്വഭാവം ശരിയല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ഈ പെണ്ണിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാം എന്റെ തലയിലെഴുത്ത്. എന്തൊക്കെ ഞാൻ കാണണം ദൈവമേ. ചേച്ചി, ചേട്ടനോട് എന്റെ കയ്യെന്ന് വിടാൻ പറ. എന്നെ വിട്. നിന്റെ നാവിന് നീളം കൂടുന്നുണ്ട്. അത് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കാം. വാ. ചേട്ടാ, എന്നെ വിട്. എന്നെ വിട്. ചേച്ചി, എന്നെ വിടാൻ പറ. എന്നെ വിട് ചേട്ടാ. ഇവളെ ശരിക്കൊരു പാഠം പഠിപ്പിക്കണം. കയ്യിന്ന് വിടറി. ചേച്ചി, ഞാൻ കാല് പിടിക്കാം. എന്നോട് പോവാനല്ല പറഞ്ഞത്. അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. ചേട്ടാ, എന്നെ വിട്. ചേട്ടത്തി, ചേട്ടത്തി. ചേച്ചി, ചേച്ചി, ചേട്ടത്തി, എന്നെ വിട്. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടാ, ചേട്ടാ, ദയവേദന ഒന്നും ചെയ്യരുത്. ചേട്ടത്തി, ചേട്ടത്തി. സന്ദീപേട്ടാ, സന്ദീപേട്ടാ, എന്നെ രക്ഷിക്ക്. ചേട്ടത്തി. ചേട്ടാ, എന്നെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടത്തി, എന്നെ വിട്. ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ വിട്. ചേട്ടാ, എന്നെ വിട്ടേക്ക്. എന്നെ ഒന്നും ചെയ്യരുത്. ചേട്ടത്തി, ചേട്ടത്തി, എന്നെ രക്ഷിക്ക്. ഭർത്താവ് തന്നെ സ്വന്തം ഭാര്യയെ മൃഗീയമായി ബലാത്സംഗം ചെയ്താൽ ആ ഭാര്യയുടെ ജീവിതം നരകമായി തീരും. ഈ ഭർത്താവിന് എന്തു പറയാനാണ്? ഇതിൽ മനുഷ്യത്വവും മനസാക്ഷിയും ഒന്നും തന്നെയില്ല. പിന്നെ അവരുടെ സഹോദരിയെ എന്തു പറയാനാണ്? സഹോദരന്മാരുടെ തെറ്റുകളെ ന്യായീകരിക്കുന്നു, അതിന് കൂട്ടുനിൽക്കുന്നു. ഇതാണോ സമൂഹനീതി എന്നത്? സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമത്തെ മറ്റൊരു സ്ത്രീ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇനിയും എത്ര കാലം ഇങ്ങനെയൊക്കെ സംഭവിക്കും? ഇത് വലിയ പ്രശ്നമാവുന്നു. ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ, പായില്ലേ? നിങ്ങളോടൊക്കെ ഞാൻ എത്ര തവണ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടെന്ന്. ആരും കേട്ടില്ല. ഇപ്പൊ ശരിക്കും പെട്ടില്ലേ? ഇവിടെ എങ്ങനെ പുറത്തോ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ അവൾ ആരോടൊന്നും പറയില്ല. ഞാൻ അവളെ മുറി തന്നെ പൂട്ടിയിടാം, ഫോൺ പോലും കൊടുക്കാതെ. അവൾ ആരോടെങ്കിലും മിണ്ടിയാലല്ലേ കുഴപ്പം. എന്ത് ചെയ്യും നോക്കാം. അവള് തനിയെ നമ്മുടെ വഴിക്ക് തന്നെ വരും. അതന്നെ ഞാനും പറയുന്നേ. ഇതൊക്കെ ചെയ്യാനുള്ളതല്ലേ? ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. എന്തെങ്കിലും നൂലാമാല പറയാം. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേക്ക്. അവളെ ഇപ്പൊ നമുക്ക് അവിടെ വീട്ടിലേക്ക് വിടാൻ പറ്റില്ല. അങ്ങനെ അവള് വീട്ടിലേക്ക് പോയാലും അവിടെ ചെന്ന് അവൾ എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞാലോ ഈ കുടുംബത്തിലുള്ളവരെല്ലാവരും പിടിയിലാകും. തന്ന സ്ത്രീധനം എല്ലാം തിരിച്ചു ചോദിക്കും. ജീവനാംശവും കൊടുക്കേണ്ടി വരും. നീ ഒന്ന് സമാധാനിക്ക. അവള് നമ്മുടെ വഴിക്ക് വരും. അതിരിക്കട്ടെ, ഒരുപക്ഷെ അവൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതിനെപ്പറ്റി പിന്നീട് ആലോചിക്കാം. അതായത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, പാമ്പും ചാവണം, തടിക്കൊന്നും പറ്റാനും പാടില്ല. നിത്യ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. എടത്തി, എന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി. ഞാനിനി എന്ത് ചെയ്യും? എടത്തിക്കും ഇതിനുള്ള ഉത്തരവില്ല അല്ലേ? ചേട്ടൻ എന്റെ ജീവിതം നശിപ്പിച്ചു. ഇനി ഞാൻ എങ്ങനെയാ തല ഉയർത്തി ജീവിക്കുക? ഞാൻ എങ്ങോട്ട് പോകും? ആരുടെ അടുത്തേക്ക് പോകും? ഏടത്തെ എന്താ ഒന്നും മിണ്ടാത്ത? എന്തിനാ ഇങ്ങനെ നിക്കുന്നേ?
ദീപ്തി, ഞാനിപ്പോ എവിടെയാണോ ഉള്ളത്? അവിടെ എനിക്ക് സംസാരിക്കാൻ പോലുള്ള അവകാശമില്ല. പക്ഷെ എന്തിന് നമ്മൾ മിണ്ടാതിരിക്കണം? എന്തിന് ഇതൊക്കെ സഹിക്കണം നമ്മള്? ഏടത്തിക്ക് വേണ്ടി അല്ലെങ്കിലും എനിക്ക് വേണ്ടിയെങ്കിലും എന്തേലും പറഞ്ഞൂടെ? ഏടത്തിക്കെല്ലാം വീട്ടുകാരോട് തുറന്നു പറഞ്ഞൂടെ? ഇവിടുന്ന് രക്ഷപ്പെട്ടൂടെ? ഈ നരകത്തിൽ നിന്ന് ഏടത്തിക്കെങ്കിലും രക്ഷപ്പെട്ടൂടെ? ഇവിടുന്ന് പോക്കൂടെ ഏടത്തി? എവിടെ പോവും ഞാൻ? എന്റെ വീട്ടുകാർ എന്നെ തിരിച്ചൊരിക്കലും കേട്ടതില്ല. അവർക്ക് ഞാൻ അവിടെ തിരിച്ചു പോകുന്നതിനേക്കാളും ഞാൻ മരിക്കുന്നതായിരിക്കും സന്തോഷം. എനിക്ക് എഴുത്തും വായനയും പോലും അറിയില്ല. പുറത്തു പോയൊരു ജോലി പോലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ വീട് തന്നെയാ. ഭാര്യയാണ്, ഭക്ഷണമുണ്ട്. ഇതിനു മേലെ എന്തെങ്കിലും ചിന്തിക്കുന്നത് പോലും. ഇവിടെ പാവമാണ്. എന്ന് ചേടത്തി എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്ക അല്ലേ? ഒരു പെണ്ണായി ജനിച്ച എല്ലാം സഹിച്ചേ പറ്റൂല്ലേ? എന്നതിൽ അവൻ പുരുഷനാണ്. നമ്മൾ സ്ത്രീകളും അവര് പറയുന്നതാണ് ന്യായം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ നിന്നോടും ഇത് തന്നെയാ പറയാൻ പോകുന്നത്. നീയും ഈ ജീവിതം ജീവിക്കാൻ വേണ്ടി പഠിച്ചോ? ഇല്ല, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഇവിടെ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതായിരിക്കും ഏടത്തി. എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഏടത്തി. പ്ലീസ് എനിക്കൊരു സഹായം മാത്രം ചെയ്യണം. എന്ത് സഹായം? ഈ ഏടത്തി എങ്ങനെയെങ്കിലും എന്റെ ഫോൺ എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിൽ തരുമോ? പ്ലീസ് ഏടത്തി, ഞാൻ ഏടത്തിയുടെ കാല് പിടിക്കാം. ആ ഫോൺ എങ്ങനെയെങ്കിലും എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിൽ തരണം ഏടത്തി. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പോ ഞാൻ നിന്നെ സഹായിച്ച കാര്യം ഇവരറിഞ്ഞാലുണ്ടല്ലോ, ഇവരെന്നെ കൊന്നുകളയും. എന്നോട് ക്ഷമിക്കണം. എന്താടി തുറച്ചു നോക്കുന്നേ? നമുക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ വൃത്തികെട്ടവളുടെ നമ്മുടെ മുറി വരെ നിങ്ങൾ കൊണ്ടുവരും. ഇവളെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ തല്ലിയില്ലേ? എനിക്ക് നടന്ന അന്യായത്തിന് എന്താ പറയാ? നിങ്ങളുടെ ചേട്ടൻ എന്നോട് ചെയ്തതിന് എന്താണ് ഉത്തരം പറയാ? ഞാനൊരു ചുക്കും ചെയ്യില്ലടി. സംഭവിച്ചതൊക്കെ ശരി തന്നെയാ. നീയൊക്കെ അതിനെ ഉപകാരപ്പെടുള്ളൂ. സന്ദീപ് ബേബ്, അവളങ്ങ് വിട്ടേക്ക്. നമ്മളെന്താ ഇതൊക്കെ ചെയ്യാനാണ് ഇവിടെ വന്നത്? അല്ല ഡാർലിംഗ്, ഞാൻ നിന്നെ സ്നേഹിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. സ്നേഹോ? എത്ര വേണമെങ്കിലും സ്നേഹിച്ചോ. എന്നാലും ഇവളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് സ്നേഹമെന്നല്ല, കാമോ എന്നാ പറയാ. പിന്നെ ആക്രാന്തോ? നീ ഒരുപാട് സ്നേഹത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. നിനക്ക് സന്ദീപിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? ഞാൻ കാരണം ഇവന് ബഹുമാനം കിട്ടുന്നത്. ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കാൻ പറ്റും. നീ നല്ലോണം സംസാരിക്കുന്നുണ്ടല്ലോ. നീ പറഞ്ഞ സത്യ. നിനക്കൊരിക്കലും ഞാൻ ചെയ്യുന്നതൊന്നും ചെയ്യാനേ കഴിയില്ല. എനിക്ക് സന്ദീപിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയും. എന്തും ചെയ്യുന്ന പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. എന്ത് വേണേലും ചെയ്യും. നിനക്ക് ചെയ്യാൻ പറ്റോ? എന്ത് വേണേലും? ഇല്ല, കാരണം ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കും ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ വീട്ടിലേക്കും പോകാൻ പറ്റും. അതുകൊണ്ടല്ലേ ഇദ്ദേഹം നിന്നെ കല്യാണം കഴിക്കാതെ എന്നെ കല്യാണം കഴിച്ചത്. ഞാൻ നിന്നേക്കാൾ ഒരുപാട് മുകളിലാ. നീ എന്റെ 7 അയലത്ത് പോലും എത്തില്ല. അതെയോ? നിനക്ക് ഇപ്പം മനസ്സിലാക്കി തരാം. ഇത് നോക്ക് ദീപ്തി, നിന്റെ ഈ വൃത്തികെട്ട കൈ ഉണ്ടല്ലോ, ഈ കൈ വെച്ച് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനേ പറ്റും. എന്നാ ഇവളുടെ കൈ നോക്കി, വെണ്ണ പോലെ എത്ര മൃദുലമുള്ളതാണെന്ന്. ഒരു കറയുമില്ല, പാടുമില്ല.
ഇവളുടെ കണ്ണുകൾ നോക്കി നിലാവിനെ തോൽപ്പിക്കുന്ന പ്രകാശമല്ലേ. ആര് കുറേ സമയം കണ്ടാലൊന്നും മഞ്ഞളിക്കും. എന്നാ നിന്റെതോ? നിന്റെ കണ്ണുകളിൽ എപ്പോഴും കരച്ചിലും കണ്ണീരല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവളുടെ മുടി നോക്കിയേ. ഇവളുടെ മുടിയുടെ സുഗന്ധം പൂക്കളുടെ മണം പോലും തോറ്റു പോകുന്ന രീതിയിലാ. എന്നാ നിന്റെതോ? ഏത് നേരം വേർപ്പിന്റെ നാറ്റം. ഇവളുടെ മുഖം നോക്കിയേ. നല്ല വെണ്ണ കടഞ്ഞെടുത്ത പോലെയല്ലേ മുഖം, സോഫ്റ്റ് ആൻഡ് ഫ്രഷ് ആയിട്ട്. എന്നാ നിന്റെതോ? ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത പാടം പോലെയല്ലേ നിന്റെ മോന്തിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നിന്റെ കയ്യിലില്ല. നിന്നെ കെട്ടിയതാണ് ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ പ്രിയ ഉണ്ടല്ലോ, ഇവളുടെ കൂടെയാണ് എൻ്റെ സന്തോഷവും ജീവിതവും ഞാൻ ജീവിക്കാൻ പോകുന്നത്. നീ എൻ്റെ ലഹരി ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ. പ്ലീസ് എനിക്ക് ഒരു സഹായം മാത്രം ചെയ്യണം. എങ്ങനെയെങ്കിലും എന്റെ ഫോൺ എടുത്തോണ്ട് വന്ന് എന്റെ കയ്യിൽ തരുമോ? പ്ലീസ് എടുത്തി. നീ അവളെ സഹായിക്കാൻ അങ്ങനെ ശ്രമിച്ച പിന്നെ നിന്റെ കാര്യം കട്ടപ്പോകയാ. മനസ്സിലായോടി? എങ്ങോട്ടേക്കാടി പോന്നേ? ഈ രാത്രി നീ എങ്ങോട്ടേക്കാണടി? എങ്ങോട്ടേക്കാന്ന് സത്യം പറ. എന്നൊന്നും ചെയ്യരുത്. എനിക്ക് ഇവിടുന്ന് പോണം. എനിക്ക് പോണം. നീ എന്നെയാണോ പേടിപ്പിക്കുന്നത്? എന്ത് ധൈര്യമായിട്ട് നിനക്ക്? അങ്ങനെ തന്നെ ചെയ്യും. എല്ലാത്തിനും ശിക്ഷ വാങ്ങിച്ചു തരും ഞാൻ. ശിക്ഷ വാങ്ങിച്ചിരുന്നു? അതിന് നീ ജീവനോടുണ്ടായിട്ട് വേണ്ടടി. എന്റെ അടുത്ത് വന്നു പോരുത്. ഞാൻ കൊന്നുകളയും എല്ലാത്തിനും. അത് ശരി, നീ ഞങ്ങളെ കൊല്ലുന്നു? നീ അടുത്ത് വന്ന് നോക്കടാ. അടിപൊളി തന്നെ. ചിരിച്ചോ, എത്രയും ചിരിക്കാൻ പറ്റുമോ ചിരിച്ചോ. പക്ഷെ ഞാൻ എല്ലാത്തിനും നിങ്ങൾ ഓരോരുത്തർക്കും ശിക്ഷ വാങ്ങി തന്നേ തീരൂ. നിങ്ങളൊക്കെ രാക്ഷസന്മാരാ. സ്ത്രീകളെ നിങ്ങൾക്ക് പുല്ലുവിലയാണല്ലേ. എന്റെ ജീവിതം എല്ലാരും കൂടി നശിപ്പിച്ചു. എന്തിനാ? ഞാനും ഒരു മനുഷ്യജന്മല്ലേ.
വെറും ഒരു പെണ്ണല്ലേ, ഇവൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ വിചാരിച്ചല്ലേ? എന്തുകൊണ്ടാ പെൺകുട്ടികൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിക്കൂടെ? അവളെ ബഹുമാനിക്കണ്ടേ? അവൾക്ക് ആത്മാഭിമാനം ഇല്ലേ? എടത്തിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ കുഴിച്ചു മൂടിയല്ലേ? പക്ഷേ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ പോലെ ആവാൻ പറ്റില്ല. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഒറ്റൊരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. എടത്തി, ഇന്ന് ഞാനാണെങ്കി നാളെ എടത്തിയായിരിക്കും. എത്രയും പെട്ടെന്ന് ഇവളുടെ വീട്ടിൽ വിളിച്ച് ഇവള് വേറെ ഒരുത്തിന്റെ കൂടെ ഓടിപ്പോയി നമുക്ക് പറയാം. അങ്ങനെയാകുമ്പോൾ അവരൊക്കെ പേടിച്ച് വാ തുറക്കില്ല. നീ പറഞ്ഞത് ശരിയാടാ. ഇവള് കൊണ്ടുവന്ന സ്വർണവും സ്ത്രീധനവും ഒന്നും തിരിച്ചു കൊടുക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. വീടിന്റെ പുറകിൽ ഇവിടെ കുഴിച്ചിടാം. ആർക്കും ഒരു സംശയം തോന്നില്ല. എടി, നീ എന്തിനാ പുറകെ നിക്കുന്നേ? മുമ്പോട്ട് വാ. പെട്ടെന്ന് വരാനല്ലേ പറഞ്ഞേ? ഈ തറയിലെ രക്തത്തിന്റെ പാട് കാണാൻ പാടില്ല, മനസ്സിലായോ? പെട്ടെന്ന് എടുത്തോണ്ട് പോ. പോലീസോ? എല്ലാരും അറസ്റ്റ് ചെയ്യാൻ വന്നതാ. എന്നോട് വേല ഇറക്കാൻ നിൽക്കല്ലേ. പക്ഷേ ഇൻസ്പെക്ടർ സാർ, അത് ഇവിടെ ആരാ കവിത? പറയ, ആരാ കവിത? നിങ്ങളാണോ? സബാഷ്, നിങ്ങൾ വളരെ ധൈര്യം കാണിച്ചിരിക്കുന്നു. കൊലയാളികളെ എല്ലാരെയും കുടുക്കി. ആർക്കും ഇത്ര ധൈര്യം ഉണ്ടാവില്ല. ഗുഡ്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നീ ആരും അറിയാതെ പോലീസിനെ വിളിച്ചു പറഞ്ഞല്ലേ? വലിയ തെറ്റാ ചെയ്തത്. ഇവളുടെ ശവം അടക്കണേ. എല്ലാരെയും കൊണ്ടുപോയി വണ്ടി കയറ്റ. അയ്യോ സർ, നടക്ക. എന്നോട് ക്ഷമിക്കണം ദീപ്തി. എനിക്ക് നിന്നെ ഒരിക്കലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. ഇതൊരു കഥ മാത്രമല്ല, ഇതാണ് പല സ്ത്രീകളുടെയും അവസ്ഥ. സ്ത്രീധന പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകൾ കൂടുതലാണ്. 4 ചുവരുകൾക്കുള്ളിൽ ഇവർ പീഡിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദീപ്തി ധൈര്യം കാണിച്ചു. അനീതിക്കെതിരെ അവൾ ശബ്ദമുയർത്തി. പക്ഷേ അവൾ ഇന്ന് മരണപ്പെട്ടു. അവളെ അവർ കൊന്നു. പീഡനം ഒരു വലിയ കുറ്റമാണ്. സ്ത്രീധനം വാങ്ങുന്നതും ഒരു കുറ്റമാണ്. ഇതിനിവിടെ കടുത്ത ശിക്ഷയുമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കുറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഇതിനുള്ള പരിഹാരം നമ്മളും ചിന്തിക്കണം, സൊസൈറ്റിയും ചിന്തിക്കണം. ഇത് ദീപ്തിയുടെ കഥ മാത്രമല്ല, ഈ സമൂഹത്തിന്റെ തന്നെ കഥയാണിത്. നമ്മൾ ഒരുമിച്ച് പോരാടേണ്ട ഒരു സമയമാണിത്. ഒരുമിച്ച് ഇതിനെതിരെ ശബ്ദമുയർത്തണം. ഇനിയും നമ്മൾ മൗനം പാലിച്ചാൽ ഈ കുറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ദീപ്തി, നാളെ മറ്റൊരാൾ. ശബ്ദമുയർത്തൂ, എതിർക്കൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വിടവാങ്ങുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം, ഒരു പുതിയ കഥയുമായി, നിങ്ങൾക്കുള്ള ഉപദേശവുമായി. കാണുക ക്രൈം അലേർട്ട്. ഇന്നത്തെ സമയം, ഇന്നത്തെ കുറ്റം.